മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഓട്സ് കൊണ്ടുള്ള ഒരു പുട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ചെറുപയറിൻ്റെ ഒരു കറിയും കൂടി നമുക്ക് തയ്യാറാക്കാം. ഓട്സ് പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഹോൾ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഓട്സിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് അത് അങ്ങനെ തന്നെ പുട്ടുണ്ടാക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പൊ ഞാൻ ഈ പൊടി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. നമ്മൾ ഗോതമ്പിന്റെ പുട്ടുണ്ടാക്കുമ്പോൾ പൊടി വറുത്തെടുക്കുന്നത് പോലെ ഈ പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം. കാരണം ഗോതമ്പിനും ഓട്സിനൊക്കെ ഒരു പശപ്പശപ്പുണ്ട്. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് പാകത്തിന് വറുത്തെടുക്കാം. നമ്മൾ പൊടി വറുക്കുന്നതിന് മുമ്പ് നമ്മളിത് കയ്യിലെടുക്കുമ്പം ഒരു ഒട്ടലൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്. പക്ഷെ നമ്മളിത് വറുത്തെടുത്ത് കഴിയുമ്പം അത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കും. നമുക്ക് സമയമുള്ളപ്പോൾ കുറച്ച് ഓട്സ് കൂടുതൽ എടുത്ത് പൊടിച്ച് വറുത്ത് ഇതുപോലെ എടുത്ത് വെച്ചാൽ മതി. തണുത്തതിന് ശേഷം ഒരു ജാറിലിട്ട് സൂക്ഷിച്ചു വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുട്ട് തയ്യാറാക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ ഓട്സിന്റെ പൊടി പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ പൊടി വറുക്കാനായിട്ട് ഈ പാനിലേക്ക് ഇട്ടപ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചർ അല്ല ഇപ്പൊ വന്നിട്ടുള്ളത്. ആ പാത്രത്തിൽ തന്നെ അതൊന്ന് തെന്നി നീങ്ങുന്നത് പോലെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു മൂത്ത മണവും കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പൊടി തണുത്തതിന് ശേഷം നമുക്കിത് നനച്ചെടുക്കാം. ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഈ ചെറുപയർ 4 മണിക്കൂർ കുതിർത്തി ഇട്ടിരിക്കുന്നതാണ്. 4 മണിക്കൂർ കുതിർത്തിയിട്ട് അത് കഴുകി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ പയറിന് നിരക്കൊക്കെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പയറാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചാറായിട്ടാണ് വെക്കുന്നത്. അപ്പൊ ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. പയർ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ചമുളകും 1 വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ വെളുത്തുള്ളിയാണിത്. അപ്പൊ ഞാൻ അത് കാരണം അതൊന്ന് മുറിച്ചിടുകയാണ്. അതുപോലെ പച്ചമുളകും 2 കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുമ്പോഴേക്കും ഈ കുക്കറിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പൊ നമ്മുടെ പൊടി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പയർ വേകുമ്പോഴേക്കും നമുക്ക് പുട്ടും തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഉപ്പ് ഇങ്ങനെ ചേർക്കാനായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൽ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ആ വെള്ളം കൊണ്ട് പൊടി നനച്ചെടുത്താൽ മതി. ഇതിലേക്ക് അല്പാൽപമായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് ഇത് നനച്ചെടുക്കാം. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. കയ്യിൽ കുറച്ച് എടുത്തിട്ട് തളിച്ചു കൊടുത്തിട്ട് വേണം ഇത് നനച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ പൊടി നമ്മൾ വറുത്തെടുക്കുന്ന അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അപ്പൊ ഞാൻ പറയുന്ന വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം വെള്ളം കൂടി പോകാം, അല്ലെങ്കിൽ കുറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾ പൊടി പുട്ടിന്റെ പാകത്തിനായിട്ട് നനച്ചെടുത്താൽ മതി. അത് ഞാനിത് നനച്ചു കഴിയുമ്പോൾ അതിന്റെ പാകം ഞാൻ കാണിച്ചു തരാം. നമ്മളിത് നനച്ചെടുത്തിട്ടുണ്ട്. ഇത് കട്ടയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ചിരിക്കണ്ട. നമുക്ക് പൊടിയിലെ കട്ടയൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കും കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞു തരാം. നമ്മൾ പൊടി നനച്ചെടുക്കുമ്പം ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്.
അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊടി ഡ്രൈ ആയി പോകും. അപ്പൊ നമുക്ക് നല്ല പുട്ടായിട്ട് കിട്ടില്ല. ഇനി നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന ഈ പൊടി മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 or 2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് തിരിക്കുന്നത് പോലെ 1 2 3 ഇട്ട് തിരിച്ച് അരച്ചെടുക്കരുത്. 1 or 2 പ്രാവശ്യം പൾസ് ചെയ്യാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറിന്റെ വലുപ്പം അനുസരിച്ച് 1 or 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമുക്കിത് പൾസ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. പൾസ് ഏതാണെന്നറിയാലോ, നമ്മുടെ മിക്സിയുടെ യെല്ലോ കളറുള്ള ബട്ടൺ ആണ്. അതിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ഇപ്പൊ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി വെച്ചിട്ട് പുട്ട് തയ്യാറാക്കാം. നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. പുട്ടിന്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ നനച്ചെടുത്ത പൊടി കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടുമ്പോൾ അതൊന്ന് കട്ടിയായിട്ട് കിട്ടണം. പിന്നെ അത് പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും വേണം. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ പുട്ടിന്റെ പൊടി എപ്പോഴും നനച്ചെടുക്കാനായിട്ട്. ഇതിൽ വെള്ളം ഈ ഒരു പരുവത്തിനേക്കാൾ കൂടുതലായിട്ട് വെള്ളം കൂടാനും പാടില്ല, അതിൽ കുറയാനും പാടില്ല. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മളിത് കുക്കറിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. സ്റ്റീം വന്നു തുടങ്ങിയിട്ടുണ്ട്. പൊടി നമ്മൾ വറുത്തിട്ട് എടുത്തതും കൂടിയാണ്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കാം. ഇതുപോലെ പുട്ടുകുറ്റിയിലും വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. 2 കപ്പ് ഓട്സും കൊണ്ട് 3 ചിരട്ടപ്പുട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. ഇത് വേറെ പൊടി ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചതെടുത്ത് ചെയ്തതാണ്. 2 കപ്പ് ഓട്സ് കൊണ്ട് ഇത്രയും പുട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ നല്ലൊരു കളറാണ് ഓട്സ് പുട്ടിന്. ഇപ്പൊ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയും കൂടെ തയ്യാറാക്കിയെടുക്കാം. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വറ്റി അത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തവിയും കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ തേങ്ങയും ജീരകവും കൂടെ അരച്ച് ചേർക്കാം, അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കുന്നില്ല. പിന്നെ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കൊന്നും കഴിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ അല്പം പച്ചവെളിച്ചെണ്ണ മാത്രമേ, ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്പം ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിക്കരുത്, ഇനി ചൂടുവെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. കറി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കുറുകും. അപ്പൊ അതനുസരിച്ചുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതുപോലെ തേങ്ങ അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് കറിക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ആദ്യം പയറ് വേവിച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കുക, എന്നിട്ട് ആവശ്യമുള്ള അത്രയും ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പയറ് വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 2 പച്ചമുളക് ഇതിലേക്കൊന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ഇടുകയാണ്. പിന്നെ അല്പം കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഇത് 3ഉം കൂടി ഇതിലേക്കിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കറിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നതിന് പകരമായിട്ട് കടുക് താളിച്ച് ചേർക്കാം. പക്ഷെ കടുക് താളിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതെന്റെ വീട്ടില് അമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. അമ്മ ഇടയ്ക്ക് തേങ്ങ അരച്ച് ചേർക്കാറുണ്ട്, പക്ഷെ ഞാനിപ്പോ ഇവിടെ തേങ്ങ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ കറിയുടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് പുട്ടും ചെറുപയർ കറിയും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇത് തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.